LPUP പരീക്ഷയ്ക്ക് ഇനി ഏതാണ്ട് 90 ദിവസം മാത്രം ബാക്കി. ഇനി വേണ്ടത് ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകളാണ്. അതിനായി കൂടെ എൻട്രി ആപ്പ് ഉണ്ട്. ഞാൻ നേതൃത്വം നൽകുന്ന സ്പെഷ്യൽ LPUP ഗോൾഡ് ബാച്ച് എൻട്രിയിൽ ഉടനെ ആരംഭിക്കുന്നു. എല്ലാ ആഴ്ചയും 4 ലൈവ് ക്ലാസുകൾ, ഡെയിലി എക്സാംസ്, വീക്കെൻഡുകളിൽ മെന്റർഷിപ്പ് സപ്പോർട്ട്, PDF സ്റ്റഡി മെറ്റീരിയൽസ് തുടങ്ങിയ LPUP എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടതെല്ലാം ഈ കോഴ്സിലുണ്ട്. കോഴ്സ് വാലിഡിറ്റി എക്സാം കഴിയുന്നത് വരെ ലഭിക്കുന്നതാണ്. ഈ ബാച്ചിന്റെ ഭാഗമാവാൻ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യൂ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അധ്യാപക വിദ്യാർത്ഥികൾക്ക് ഞാൻ അവസാനമായി എടുത്ത വീഡിയോയ്ക്ക് താഴെ നിങ്ങളിൽ പലരും വന്നിട്ട് മോട്ടിവേഷൻ എന്ന ഒരു ടോപ്പിക്ക് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യത്തെ മാനിച്ചുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണ എന്ന ഒരു ടോപ്പിക്ക് ഒന്ന് ചെറുതായി ഡിസ്കസ് ചെയ്യാം. എന്താണ് അഭിപ്രേരണ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉറുമ്പുകൾ അവർക്ക് എടുക്കാൻ കഴിയുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഭാരമാണ് അവർ വഹിച്ചു കൊണ്ടുപോകുന്നത്. ചെറിയ ചെറിയ ചുള്ളികൾ കൊണ്ട് കൂടുകൂട്ടുന്ന പക്ഷികളെ നമ്മൾ കണ്ടിട്ടില്ലേ? എത്ര മനോഹരമായിട്ടാണ് യാതൊരു ടെക്നോളജിയുടെയും സഹായമില്ലാതെ അവർ കൂടുകൂട്ടുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള കഴിവുകൾ നമ്മൾ കാണാറുണ്ട്. ആ കഴിവുകൾക്കെല്ലാം പ്രചോദനമുണ്ട്, ഒരു ത്വരയുണ്ട്. എൻ്റെ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളിൽ എവിടെയോ ഉള്ളൊരു പ്രചോദനം കൊണ്ടാണ്. നിങ്ങൾ അധ്യാപകരാകാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഉള്ളൊരു പ്രചോദനം കൊണ്ടാണ്. മനുഷ്യൻ്റെ ജീവിതത്തെ, യുക്തിയുള്ള ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന, ഏറ്റവും മനോഹരമായ, ഏറ്റവും ആധികാരികമായ, ഏറ്റവും ശക്തമായ ഘടകങ്ങളിൽ ഒന്നാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. ഈ അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്മാർ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും അതുമായി ബന്ധപ്പെട്ട് LPSA UPSA പരീക്ഷകൾക്ക് നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നും നമുക്കിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് അഭിപ്രേരണ എന്നുള്ളത് നോക്കിയേ. മോട്ടിവേഷൻ എന്ന പദം രൂപം കൊണ്ടത് മോട്ടം ഓർ മോട്ടിവസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. മോട്ടിവേഷൻ ഫെമിലിയർ ആയിട്ടുള്ളൊരു പദമാണ്. ഇവിടെ മോട്ടം ഓർ മോട്ടിവം എന്ത് തന്നെ ആയാലും പ്രശ്നമില്ല, ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. എന്നാൽ ഈ മോട്ടം അഥവാ മോട്ടിവസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം, ആ അർത്ഥം നമ്മളെ സ്വാധീനിക്കുന്നതാണ്. 2 അർത്ഥങ്ങൾ ഞാൻ പറയുന്നു. പ്രവർത്തനക്ഷമമാക്കുക, സജീവമാകുക എന്നുള്ളത്. പ്രവർത്തനക്ഷമമാവുക, സജീവമാകുക എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ ഇഷ്ടമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം തോന്നിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പ്രേരണയാണ്. അതുപോലെ നിങ്ങൾക്ക് നേടാനുള്ളതെന്തോ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തെ അടുപ്പിക്കാനുള്ളതെന്തോ, എന്തിനേയും പിന്നിൽ നിന്നും നന്നായി തള്ളുന്ന ഒരു കഴിവാണ്, ഒരു ഫിനോമിനനാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം പ്രവർത്തനക്ഷമമാകുക, സജീവമാകുക എന്നെല്ലാമാണ്. ഇനി ഞാൻ ഈ മൂന്നാമത് തന്നിരിക്കുന്ന സെന്റൻസ് എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. മനുഷ്യ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഭിപ്രേരണ എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൂട്ട്സിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ ചോദ്യത്തെ നിങ്ങൾ അവഗണിക്കരുതേ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഈ ചോദ്യത്തെ നിങ്ങൾ അവഗണിക്കരുതേ. കാരണം ഇത് ഒരു LPSAയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ LPSAക്ക് ചോദിച്ചത് ഈ ഒരു കൊട്ടേഷൻ എന്തിനെക്കുറിച്ച്? അഭിപ്രേരണയെക്കുറിച്ച് പറഞ്ഞ കൊട്ടേഷനാണ്. എന്താണ്? മനുഷ്യ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞതാര് അഭിപ്രേരണയുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൂട്ട്സിനാണ്. PSC പരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന മുഴുവൻ പ്രവൃത്തികളും പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ഞാൻ പറയുന്നു, അത് അഭിപ്രേരണയാണ്. നിങ്ങളുടെ പ്രവൃത്തിയെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം
എന്താണ് അത് മോട്ടിവേഷൻ ആണ് എന്ന് നിങ്ങൾ കൃത്യമായും മനസ്സിലാക്കുക. ഇനി നോക്കിയേ, മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്ന ഊർജം തന്നെയാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. ഈ അഭിപ്രേരണ ഉണ്ടാകാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് സമ്മാനം, പ്രശംസ, അംഗീകാരം എന്ന് പറയുന്നത്. സമ്മാനം, പ്രശംസ, അംഗീകാരം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ അൺകണ്ടീഷൻഡ് ലവ് എന്നുള്ള നിരുപാധിക സ്നേഹം എന്നുള്ള പദം നമ്മൾ പറയാറുണ്ട്. അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത് ഞാൻ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു സഞ്ചാരിയുടെ, അത് മറ്റാരുമല്ല, സന്തോഷ് ജോർജ് കുളങ്കര എന്ന് പറയുന്ന നമുക്കേവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു കാര്യത്തെ സ്നേഹിക്കുന്നു, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ മകളെ സ്നേഹിക്കുന്നു, എൻ്റെ മകളിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുന്നെങ്കിലും ഞാൻ സ്നേഹിക്കുമ്പോൾ ഞാനൊരു സന്തോഷം കണ്ടെത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഏതൊരു പ്രവൃത്തിയിലും നമുക്ക് ലക്ഷ്യമുണ്ട് എന്നാണ് അർത്ഥം. ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും അതിൽ ലക്ഷ്യമുണ്ട് എന്ന് കൃത്യമായി നമുക്ക് നിർവചിക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അഭിപ്രേരണ ഉണ്ടാകാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് സമ്മാനം, പ്രശംസ, അംഗീകാരം. ഇത് 3ഉം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല. ബിക്കോസ് ഈ 3 കോൺസെപ്റ്റുകളും നിങ്ങൾക്കറിയാം. ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇനിയും ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ നമുക്ക് പ്രിയപ്പെട്ട ഘടകങ്ങളാണ് നമുക്ക് വേണ്ടത്. മക്കളെ, കഴിഞ്ഞ LPSCക്ക് 2 ജില്ലകളിലും UPSCക്ക് 1 ജില്ലയിലും ചോദിച്ച റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണ് ഞാൻ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, അഭിപ്രേരണയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. വാട്ട് ആർ ദ ഫാക്ട്സ് ദാറ്റ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ദ ഫിനോമിനൻ ഓഫ് മോട്ടിവേഷൻ? മോട്ടിവേഷൻ, അഭിപ്രേരണ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എടുത്താൽ, 1 അഭിരുചി, ഇൻട്രസ്റ്റ്. അഭിരുചി, എനിക്ക് ഒരു നല്ല ക്രിക്കറ്റ് കളിക്കാരനാകാൻ ആഗ്രഹമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ക്രിക്കറ്റ് കളിക്കാരനാകുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ് എങ്കിൽ അതാകാൻ വേണ്ടിയുള്ള എൻ്റെ ഉള്ളിലുള്ള പ്രേരണയാണ് അഭിപ്രേരണ. അല്ലെങ്കിൽ ആ ആകുമ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രേരണ. സ്വാഭാവികമായും അഭിരുചി. ഇനി സഹകരണം, മത്സരം. എടാ പിള്ളാരെ, മത്സരമില്ലാതെ ഒരാൾക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ ഊർജം കൂടുമോ? നിങ്ങൾ PSC പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ മാത്രമാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കൂടുതൽ പഠിക്കാനുള്ള ത്വരയുണ്ടാകുമോ? മികച്ചതാകാനുള്ള ത്വരയുണ്ടാകുമോ? ഇല്ല. സ്വാഭാവികമായും സഹകരണവും മത്സരവും അഭിപ്രേരണയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. 3ാമത്തേത് ഉൾപ്രേരണ. ഉള്ളിൽ നിന്നുള്ളൊരു പ്രേരണ, അതായത് ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു ഏർജ് നമുക്കുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു പ്രേരണയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഒരു ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. നിങ്ങൾക്കൊരു നീഡുണ്ട്, നിങ്ങൾക്കൊരു വാണ്ടുണ്ട്. സോ അതിലേക്കുള്ള സഞ്ചാരമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഞ്ചരിക്കാൻ നിങ്ങൾക്ക് പ്രേരക ശക്തിയായിട്ട് മാറുന്ന സാധനമാണ് മക്കളെ അഭിപ്രേരണ എന്ന് പറയുന്നത്. അത് ഉൾപ്രേരണയാണ്. ദെൻ പരാജയ വിജയബോധം, അല്ലേ? നിങ്ങൾ എന്തിനാണ് കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് പരാജയ വിജയബോധം അത് അഭിപ്രേരണയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അഭിലാഷ സ്ഥാനം, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പുരോഗതിയെക്കുറിച്ചുള്ള അറിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വയം വിലയിരുത്തലുകളാണ്. മറ്റുള്ളവരെയും നിങ്ങളെയും തമ്മിലുള്ള വിലയിരുത്തലുകളാണ്. നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷനാണ്. ഇതെല്ലാം അഭിപ്രേരണയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. കുട്ടികൾ ഇത് കാണാതെ പഠിച്ചിരിക്കണം, നിർബന്ധമായും കാണാതെ പഠിച്ചിരിക്കണം. ഒരു മാറ്റവുമില്ല, ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. 3 തവണ ചോദിച്ച ചോദ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ബൂട്ട്സിന്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ ഈ കാര്യവും നിങ്ങൾ പഠിച്ചിരിക്കണം. അഭിരുചി, സഹകരണം, മത്സരം, ഉൾപ്രേരണ, പരാജയ വിജയബോധം, അഭിലാഷ നില, പുരോഗതിയെക്കുറിച്ചുള്ള അറിവ്. സോ ഇതെല്ലാം അഭിപ്രേരണയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുന്നു, ഇതെല്ലാം അഭിപ്രേരണയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഇത് പഠിച്ചാൽ മറന്നു പോകുമോ എന്നുള്ള വിഷമം വേണ്ട. ഇതെല്ലാം സ്വാധീനിക്കുന്നു എന്ന് ഒരു TTC പാസ്സായ ഒരു കുട്ടിക്കും ഒരു B.Ed പാസ്സായ ഒരു കുട്ടിക്കും വേറെ ഒരാളുടെ ഉപദേശം നേടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ സിമ്പിളാണ്, കുട്ടികൾ ഓർത്തു വെക്കുക. ഇനി അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട ചില സിദ്ധാന്തങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യത്തേതാണ് പ്രേരക സിദ്ധാന്തം എന്ന് പറയുന്നത്. പ്രേരക സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം, ആ സിദ്ധാന്തത്തിന് അടിസ്ഥാനമായിട്ട് പറയുന്നത് ക്ലാർക്ക് ഹൾവാൾട്ടർ
കാൻസ് അവതരിപ്പിച്ച ഹോമിയോസ്റ്റോറ്റിസ് എന്ന് പറയുന്ന ആശയത്തെ വ്യവഹാരങ്ങളുടെ വിശദീകരണത്തിനായി പ്രേരക സിദ്ധാന്തക്കാർ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. എന്താണ് ഈ ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്ന ആശയം? പ്രേരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്വര, ഒരു താല്പര്യം, ഒരു പ്രേരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ശരീരം ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ആന്തരികമായ അസന്തുലിതാവസ്ഥ. ഈ അവസ്ഥ ജീവജാലങ്ങളെ വിവിധ പ്രവൃത്തികളിൽ ഏർപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നു. അതായത് ഡ്രൈവുകൾ അഭിപ്രേരണയായിട്ട് മാറുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഇവർ പറയുന്നതിന്റെ സിമ്പിൾ ആയിട്ടുള്ള വേർഷൻ ഞാൻ അങ്ങ് പറയാം. എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിടത്ത് കിടക്കുകയാണ്, വൈ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഒരിടത്ത് കിടക്കുകയാണ്. നിങ്ങൾ നോക്കുക, എക്സും കിടപ്പുണ്ട് മക്കളെ, വൈയും കിടപ്പുണ്ട് അല്ലേ? എക്സിന് വിശക്കുന്നു എന്ന് നിങ്ങൾ കരുതുക, വൈക്ക് വിശക്കുന്നില്ല. എക്സിന് വിശക്കുന്നു, വൈക്ക് വിശക്കുന്നില്ല. വീട്ടിൽ ഭക്ഷണമേ ഇല്ല, വീട്ടിൽ ആഹാരമേ ഇല്ല, പക്ഷേ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള സാധന സാമഗ്രികൾ വീട്ടിലുണ്ട്. എക്സ് എന്ത് ചെയ്യും? വിശക്കുന്ന എക്സ് എണീറ്റ് പോയി ഭക്ഷണം വെച്ച് കഴിക്കും. വൈ എണീക്കില്ല, വൈക്ക് വിശക്കില്ല. ഇനി നിങ്ങൾ ഇതിനകത്തോട്ടൊന്ന് നോക്കിയേ. ശരീരം ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ആന്തരികമായ അസന്തുലിതാവസ്ഥ ആർക്കുണ്ടായി? എക്സിനുണ്ടായി. ഈ അവസ്ഥ ജീവജാലങ്ങളെ വിവിധ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്നു. പാചകം ചെയ്യാൻ, സാധനങ്ങളെടുത്ത് പാചകം ചെയ്യാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. അതായത് ഡ്രൈവുകൾ അത് ചെയ്യാനുള്ള അഭിപ്രേരണയായി മാറുന്നു. ഇതാണ് പ്രേരക സിദ്ധാന്തം. ക്ലാർക്ക് ഹൾ ഈ ഹോമിയോസ്റ്റാറ്റിസ് ബേസ് ചെയ്തുകൊണ്ടുള്ള തിയറിയാ. സിമ്പിളാണ്. നിങ്ങളുടെ ശരീരം എന്ത് ഇച്ഛിക്കുന്നു അത് ചെയ്യാൻ നിങ്ങൾ പ്രവർത്തന നിരതമാകുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മോട്ടിവേഷൻ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നുന്നു, ഇത് എന്ത് മനുഷ്യനാണ്, ഇങ്ങനെ മാത്രമാണോ മോട്ടിവേഷൻ? ആഹാര സാധനം, ശരീരം ഇച്ഛിക്കുന്ന കാര്യങ്ങൾ മാത്രമാണോ നമ്മൾ ചെയ്യുന്നത്? നോക്കിയേ, വീണ്ടും തിയറിയിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തതാണ് പ്രതീക്ഷാ സിദ്ധാന്തം എന്ന് പറയുന്നത്. പ്രവൃത്തിയെ നിശ്ചയിക്കുന്നത് എന്ത് പ്രതിഫലം നാം ഇച്ഛിക്കുന്നു എന്നതാണ്. അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നു, ആ പ്രവൃത്തിയുടെ ഫലം, ആ പ്രവൃത്തി ചെയ്യാൻ, ആ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നത് അതിൽ നിന്നും കിട്ടുന്ന ഒരു പ്രേരക ശക്തിയാണ്. ഇപ്പൊ നിങ്ങൾ കാശുള്ളവരാണ്, നിങ്ങൾക്ക് ഒരു 10 കിലോമീറ്റർ നടന്നാൽ 50 പൈസ തരാമെന്ന് പറയുന്നു. 10 കിലോമീറ്റർ നടന്നാൽ നിങ്ങൾക്ക് 50 പൈസ തരാമെന്ന് പറയുന്നു. നിങ്ങളടുത്ത് പറയുന്നു 10 കിലോമീറ്റർ നടന്നാൽ 1 ലക്ഷം രൂപ തരാമെന്നും പറയുന്നു. നിങ്ങൾക്ക് ഏതിനായിരിക്കും എനർജി കൂടുതൽ? നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ 1 ലക്ഷം രൂപയാണ്. 50 പൈസയ്ക്ക് വേണ്ടി 10 കിലോമീറ്റർ നടക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. 1 ലക്ഷം രൂപ തരാമെങ്കിൽ 10 കിലോമീറ്റർ നടന്നു പോയി മേടിക്കാം. നമ്മൾ എന്താണ് ഇച്ഛിക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മോട്ടിവേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് പ്രതീക്ഷാ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി മറ്റൊരെണ്ണം കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് നമ്മൾ സെക്കൻഡ് എഡിഷനിലാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ സിദ്ധാന്തത്തെ പഠിക്കുന്നത്. കാരണം ഇന്ന് നീഡ് ഫോർ അച്ചീവ്മെന്റ് ആണ് തിയറി നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഇതും പേരും ഓർത്തു വെക്കുക. ആഡ്ലറുടെ സാമൂഹികമായ ത്വരകളുടെ പ്രാധാന്യം, സോഷ്യൽ അർഗ്സ് തിയറി, ആഡിലർ അത് കൃത്യമായി ഓർത്തു വെച്ചേക്കണം. അപ്പോൾ ഈ 3 തിയറിക്ക് പുറമെ നിങ്ങളുടെ DELD ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറയുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തിയറി ഉണ്ട്. അതാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ്. അതായത് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്ന നേടാനുള്ള അഭിപ്രേരണ എന്ന സിദ്ധാന്തം. ഈ സിദ്ധാന്തം ഏത് കാലത്താണ് ചോദിക്കാതിരുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എല്ലാ പരീക്ഷകൾക്കും എല്ലാ തലങ്ങളിലും എപ്പോഴും എടുത്തിടുന്ന ഒരു സിദ്ധാന്തമാണ് ഈ പറയുന്ന മോട്ടിവേഷന്റെ അച്ചീവ്മെന്റ് സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത് നേടാനുള്ള അഭിപ്രേരണ എന്ന് പറയുന്നത്. നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം അഥവാ അച്ചീവ്മെന്റ് മോട്ടിവേഷന്റെ അല്ലെങ്കിൽ നീഡ് ഫോർ അച്ചീവ്മെന്റ് തിയറിയുടെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡേവിഡ് മെക്ലാൻഡ് ആണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ആഡ്ലർ അല്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ക്ലാർക്ക് എച്ച് ഹൾ അല്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ആര്? ഡേവിഡ് മെക്ലാൻഡിനെ മറക്കരുതേ മക്കളെ. ഡേവിഡ് മെക്ലാൻഡിനെ നിങ്ങൾ മറക്കരുതേ. നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും അത് മറഞ്ഞു പോകരുതേ. നീഡ് ഫോർ അച്ചീവ്മെന്റ് ഡേവിഡ് മെക്ലാൻഡ്. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്രധാനമായും 3 ആഗ്രഹങ്ങളാണ് ഒരാളിൽ കാണുന്നത്. കഴിഞ്ഞ NC എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കണം പിള്ളാരെ. NC എക്സാമിനേഷന് കണ്ണു തള്ളിപ്പോവും, ഡയറക്റ്റ് ചോദ്യമല്ലായിരുന്നു. ഈ 3 കാര്യങ്ങൾ നോക്കിയേ. ഒരു വ്യക്തിയുടെ അറ്റൻഷൻ ഒന്നും കൂടെ നോക്കാം. ഒരു അഭിപ്രായത്തിൽ പ്രധാനമായും 3 തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് ഒരാളിൽ ഉണ്ടാകുന്നത്. ഒരാളിൽ 3 തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഒരാൾക്ക് 3 തരത്തിലുള്ള നീഡ് ഉണ്ടാകും. ഒന്ന് സാമൂഹികമായ
സാമൂഹികമായ അംഗീകാരം എന്ന് പറയും. നീഡ് ഫോർ അഫിലിയേഷൻ ഇല്ലേ? നിങ്ങളുടെ LPSA നിങ്ങളുടെ ഒരു സാമൂഹ്യമായ അംഗീകാരം കൂടിയല്ലേ മക്കളെ? ഓർത്ത് നോക്കിയേ, രാവുകളെ പകലുകളാക്കിക്കൊണ്ട് അധ്വാനിച്ച് ഇന്ന് കാണുന്ന തരത്തിലേക്കൊന്ന് മോൾഡ് ചെയ്താകാൻ വേണ്ടി ഒരുപാട് കഷ്ടതകളും ഒരുപാട് യാതനകളും ഒരുപാട് വേദനകളും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒരുപാട് പ്രചോദനങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ആത്മമായ ഇംഗിതങ്ങളും എല്ലാം കണ്ടറിഞ്ഞവരല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് സമൂഹത്തിൽ അധ്യാപിക എന്ന ഒരു പേരെടുത്ത് ചാർത്തി തരണമെങ്കിൽ, അതിന് ഔദ്യോഗികമായി അതൊന്ന് ഗസറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ LPSA ആകണ്ടേ മക്കളെ? നിങ്ങൾ UPSC ആകണ്ടേ? സാമൂഹികമായ അംഗീകാരം നിങ്ങളുടെ പ്രവൃത്തിയെ ശക്തിപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും അംഗീകരിക്കില്ല. ബിക്കോസ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തോടുള്ള ആഗ്രഹം അല്ലേ? നെപ്പോളിയന്റെ അധികാരത്തിനോടുള്ള അഭിവാജ്ഞ നമ്മൾ കേട്ടിട്ടില്ലേ? അലക്സാണ്ടറുടെ അധികാരത്തിനോടുള്ള അഭിവാജ്ഞ നമ്മൾ കേട്ടിട്ടില്ലേ? ബ്രിട്ടീഷുകാരന്റെ അധികാരത്തിനോടുള്ള അഭിവാജ്ഞ നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ എത്രയോ ചക്രവർത്തിമാർ, പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ അധികാരത്തിനോട് വേണ്ടിയുള്ള അഭിവാജ്ഞ നമ്മൾ കണ്ടിട്ടില്ലേ? മറ്റുള്ളവരെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു വീട്ടിലെ ഗൃഹനാഥനാണെങ്കിൽ പോലും അധികാരത്തിനോട് താല്പര്യമുണ്ടാകും, അധികാരത്തിനോട് മോട്ടിവേഷൻ ഉണ്ടാകും. 3 നീഡ് ഫോർ അച്ചീവ്മെന്റ്, നേടാനുള്ള ആഗ്രഹം. 3 എന്തോ മക്കളെ? നേടാനുള്ള ആഗ്രഹം. എന്താടാ നേടാനുള്ള ആഗ്രഹം എന്ന് നമുക്ക് നോക്കാം. വിദ്യാർത്ഥികളിൽ നേടാനുള്ള ആഗ്രഹം, നേടാനുള്ള ത്വര വളർത്തിയെടുക്കുക അധ്യാപകരുടെ ചുമതലയാണ്. ലക്ഷ്യങ്ങളെക്കുറിച്ച് അവരെ നിരന്തരമായി ബോധ്യപ്പെടുത്തണം. ജീവിത വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രേരണ വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷ്യം എന്ന് പറയുന്നത്, നേടുക എന്നുള്ളത് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രവൃത്തി ചെയ്യാനുള്ള പ്രേരണയാണ് എങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് ഒരു എയിം കൊടുക്കുക, കുട്ടികൾക്ക് ഒരു ഒബ്ജക്റ്റ് കൊടുക്കുക, നിങ്ങൾ കുട്ടികൾക്ക് ഒരു എയിം കൊടുക്കുക, നിങ്ങൾ കുട്ടികൾക്ക് ഒരു ടാർഗറ്റ് കൊടുക്കുക, നിങ്ങൾ കുട്ടികൾക്ക് ഒരു നീഡ് കൊടുക്കുക, നിങ്ങൾ കുട്ടികൾക്ക് ഒരു വാൺസ് കൊടുക്കുക. അതിലേക്ക് എത്താൻ നിങ്ങൾ സർവോപരി അധ്യാപകർ എന്ന നിലയിൽ ആ കുട്ടികളെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക, ആ കുട്ടികൾക്ക് നിങ്ങൾ അഭിപ്രേരണ കൊടുക്കുക. എന്താണ് മക്കളെ നീഡ് ഫോർ അച്ചീവ്മെന്റ് പറയുന്നത്? നോക്കിയേ, നീഡ് ഫോർ അച്ചീവ്മെന്റ് NaCH - PS + SM + IV + -FF എന്താണെന്ന് നോക്കാം. എന്താണ് NaCH എന്ന് പറയുന്നത്? നീഡ് ഫോർ അച്ചീവ്മെന്റ്. നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ സമമാണ്, ഇവിടെ മൈനസ് അല്ല. നിങ്ങൾ ചിന്തിച്ചോണം. നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ് നോക്കിയേ. 1 പോസിബിലിറ്റി ഓഫ് സക്സസ്, അതായത് വിജയിക്കാനുള്ള സാധ്യത. നിങ്ങളുടെ പോസ്റ്റ് എന്ന് പറയുന്നത് LPSA ആണ് അല്ലെങ്കിൽ UPSA ആണ്. നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ സക്സസ് ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിൽ ആദ്യമേ എന്ന് പറയുന്നത് പോസിബിലിറ്റി ഓഫ് സക്സസ് ആണ്, അതായത് വിജയിക്കാനുള്ള സാധ്യത. പിള്ളേരെ ഉണ്ടോടാ വിജയിക്കാനുള്ള സാധ്യത? വിജയിക്കാനുള്ള സാധ്യത ഉണ്ട്. ബിക്കോസ് യു ഹാവ് ഓൾ ദി ക്വാളിഫിക്കേഷൻ. എല്ലാ ക്വാളിഫിക്കേഷനും ഇല്ലേ? അപ്പോൾ സ്വാഭാവികമായും പോസിബിലിറ്റി ഓഫ് സക്സസ് ഇല്ലേ? വിജയിക്കാനുള്ള സാധ്യത ഇല്ലേ? ഉണ്ട്. രണ്ടാമത്തെ കാര്യം നോക്കിയേ, SM എന്താണ്? സ്ട്രെങ്ത് ഓഫ് മോട്ടീവ്സ് അല്ലേ? അതല്ലേടാ എൻട്രി തരുന്നത്, അതല്ലേ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ തരുന്നത്, അതല്ലേ നിങ്ങളുടെ പേരൻസ് തരുന്നത്, അതല്ലേ നിങ്ങളുടെ ഭർത്താക്കന്മാർ തരുന്നത്, എല്ലാവരും തരുന്നത്, ഈ സമൂഹം തരുന്നത്, നിങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ചവർ തരുന്നത്. സ്വാഭാവികമായും സ്ട്രെങ്ത് ഓഫ് മോട്ടീവ്. അപ്പോൾ PS പോസിബിലിറ്റി ഓഫ് സക്സസ് പ്ലസ് സ്ട്രെങ്ത് ഓഫ് മോട്ടീവ്. ഇനി നോക്കുക, എന്താണ് IV എന്ന് പറയുന്നത്? ലക്ഷ്യത്തിൽ നിന്ന് ലഭിക്കുന്ന മൂല്യം. 160 ദിവസം ജോലിക്ക് പോയാൽ മതി, 10-40,000 രൂപ ശമ്പളം, ഓരോ വർഷവും ഇൻക്രിമെന്റ്, പ്രോവിഡന്റ് ഫണ്ട്, SLI, GIS, റീഇംബേഴ്സ്മെന്റ്, NPS, മെഡിസെപ്പ്, പേ റിവിഷൻ, ഇതൊക്കെ പോരെ? അതാണ് ഇൻസെൻറ്റീവ് ഓഫ് ലക്ഷ്യത്തിൽ നിന്ന് ലഭിക്കുന്ന മൂല്യം. ആൻഡ് ദ ഫൈനൽ വൺ FF, ഫിയർ ഓഫ് ഫെയിലുവർ, പരാജയഭീതി. ആ പരാജയഭീതി ഇതിൽ നിന്ന് കുറയ്ക്കണം. എങ്ങനെ? നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് PS + SM + IV - FF മൈനസ്, അതായത് പോസിബിലിറ്റി ഓഫ് സക്സസും സ്ട്രെങ്ത് ഓഫ് മോട്ടീവ്സും ഇൻസെന്റീവ് വാല്യൂവിൽ നിന്നും, ഇത് 3-ൽ നിന്നും ഫിയർ ഓഫ് ഫെയിലുവർ കുറച്ചാൽ നീഡ് ഫോർ അച്ചീവ്മെന്റ് കിട്ടും. ദാറ്റ് ഈസ് നീഡ് ഫോർ അച്ചീവ്മെന്റ് തിയറി ബൈ ഡേവിഡ് മക്ലാൻഡ്. ഒരു വ്യക്തിയുടെ വിജയം നിർണ്ണയിക്കുക അയാളുടെ വിജയ സാധ്യതയുടെയും പ്രേരക ഘടകങ്ങളുടെയും ബലത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിയിൽ നിന്നും ലഭിക്കുന്ന മൂല്യത്തിൻ്റെയും ആകെ തുകയിൽ നിന്ന് പരാജയഭീതി കുറച്ചാൽ കിട്ടുന്ന ഫലമായിരിക്കും. അല്ലേ? അപ്പോൾ പരാജയഭീതി എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ് എന്ന് മനസ്സിലായില്ലേ?
അപ്പോൾ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, നിങ്ങളുടെ ടാർഗറ്റിലേക്കും ആ തിയറി നിങ്ങൾക്ക് പോസിബിളായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതാണ് ആ തിയറി എന്ന് പറയുന്നത്. ഇനി മോട്ടിവേഷൻ എന്ന് പറയുന്നത് 2 തരത്തിലാണ്. അഭിപ്രേരണ, സിമ്പിളായിട്ട് ഞാനങ്ങ് പറയാം, ഇതെപ്പോഴും കേൾക്കുന്ന സാധനമാണ്. അഭിപ്രേരണ 2 തരത്തിലുണ്ട്. ഒന്ന് ആന്തരിക അഭിപ്രേരണയുമുണ്ട്, 2 ബാഹ്യ അഭിപ്രേരണയുമുണ്ട്. ആന്തരിക അഭിപ്രേരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിദത്തമായ അഭിപ്രേരണ എന്നറിയപ്പെടുന്നു. എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്കൊരു സബ് ഇൻസ്പെക്ടർ ആകാനായിരുന്നു ആഗ്രഹം. അത് മറ്റൊന്നും കൊണ്ടല്ല, മറ്റൊരു നേട്ടവും കൊണ്ടല്ല, എൻ്റെ ഉള്ളിൽ ഉള്ള ഒരാഗ്രഹമായിരുന്നു. എനിക്കതാകണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. ഒരു ഫുട്ബോൾ താരമാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതെൻ്റെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹമാണ്. അത് ആന്തരിക അഭിപ്രേരണയാണ്. പ്രകൃതിദത്തമായ അഭിപ്രേരണ എന്നും അറിയപ്പെടുന്നു. ബാഹ്യമായ യാതൊരു പ്രേരണ കൂടാതെ സ്വയം ഉണ്ടാകുന്ന അഭിപ്രേരണ, അങ്ങനെ ഉണ്ടായതാണ്. ഒരു വ്യക്തിയിൽ സ്വാഭാവികമായുള്ള ആകാംക്ഷയെയും പ്രേരണയെയും ആശ്രയിച്ചിരിക്കുന്ന അഭിപ്രേരണയാണ് ആന്തരിക അഭിപ്രേരണ എന്ന് പറയുന്നത്. എന്നാൽ ആന്തരിക അഭിപ്രേരണയുടെ അടിസ്ഥാനം നൈസർഗിക വാസന. അതാണ് പ്രകൃതിദത്തമായത് എന്ന് പറഞ്ഞത് കളികളിൽ ഏർപ്പെടാനുള്ള പ്രവണത. എനിക്ക് കളിക്കാനുള്ള ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. സ്വാഭാവികമായും അതാണ് ആന്തരിക അഭിപ്രേരണ എന്ന് പറയുന്നത്. ഇനി നോക്കുകയെ ബാഹ്യ അഭിപ്രേരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഹ്യ ചുറ്റുപാടുകളിൽ നിന്നും ലഭിക്കുന്ന പ്രേരണയാണ് ബാഹ്യ അഭിപ്രേരണ. ഒരു പ്രവൃത്തിയുടെ ആരംഭത്തിൽ കുട്ടികൾ ആന്തരികമായി പ്രചോദിതരല്ലെങ്കിൽ ബാഹ്യ അഭിപ്രേരണ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഇവിടെ നോക്കുക, വളരെ 2ാമത്തെ പോയിന്റ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, ഇരുത്തി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ മറ്റുള്ള എന്തിൽ നിന്നും, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രശംസ, അവാർഡുകൾ, ക്യാഷ്, അങ്ങനെ മറ്റെന്തെങ്കിലും ഒന്നിൽ നിന്നും നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ ഒരു HSC അധ്യാപകനായത് എനിക്കൊരിക്കലും ഒരു അധ്യാപകനാകാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് HSCയും സബ് ഇൻസ്പെക്ടറും കൂടെ വന്ന് നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന, നമുക്ക് ഒരുപാട് വലിയ രീതിയിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പദവിയാണ് എന്ന് കരുതിക്കൊണ്ടാണ് അധ്യാപക തസ്തിക തിരഞ്ഞെടുത്തത്. സ്വാഭാവികമായും അത് ഒരു ബാഹ്യ അഭിപ്രേരണയാണ്. ഇനി ഏറ്റവും അധികം നിങ്ങൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആന്തരിക അഭിപ്രേരണയാണ്. ഇവിടെ വസ്തുതാപരമായ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതുകൊണ്ടാണ് ആ പോയിന്റ് ഞാൻ ഇരുത്തി വായിക്കാമെന്ന് പറഞ്ഞത്. ഒരു പ്രവൃത്തിയുടെ ആരംഭത്തിൽ കുട്ടികൾ ആന്തരികമായി പ്രചോദിതരല്ലെങ്കിൽ ബാഹ്യ അഭിപ്രേരണ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഒരു പ്രവൃത്തിയുടെ തുടക്കത്തിലാണ് അതായത് ഒരു പ്രവൃത്തിയിൽ കുട്ടികൾക്ക് തുടക്കത്തിൽ ആന്തരിക അഭിപ്രേരണ ഇല്ലെങ്കിൽ സമ്മാനമോ പ്രശംസയോ മറ്റെന്തെങ്കിലും കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ ബാഹ്യ അഭിപ്രേരണ ഉണ്ടാക്കാം. ഒരു മുട്ടായി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവന് ഒരു മെഡൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവന് നല്ല അനുമോദന വാക്കുകൾ പറയുന്നു. ഇതൊക്കെ ബാഹ്യ അഭിപ്രേരണയാണ്. അത് കൊടുത്തുകൊണ്ട് കുട്ടിയെ നമുക്ക് പഠനത്തെ ശക്തിപ്പെടുത്താം. ഇവിടെ നോക്കിയേ, പലപ്പോഴും ബാഹ്യ അഭിപ്രേരണ പിൽക്കാലത്തെ ആന്തരിക അഭിപ്രേരണയ്ക്ക് കാരണമായി വർത്തിക്കാറുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷനിൽ തന്നിട്ടുള്ളതാണ്. പലപ്പോഴും ബാഹ്യ അഭിപ്രേരണ പിൽക്കാലത്തെ ആന്തരിക അഭിപ്രേരണയ്ക്ക് കാരണമായി വർത്തിക്കാറുണ്ട്. യാതൊരു മാറ്റവുമില്ല. അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, അഭിപ്രേരണ എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ വ്യക്തിയുടെ പേരും അതുപോലെ തന്നെ പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളും ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇനി മോട്ടിവേഷൻ സൈക്കിൾ ഒന്ന് നോക്കാം. അഭിപ്രേരണ ചക്രം എന്താണ്? അഭിപ്രേരണ ചക്രം എന്നും നോക്കിയേ. ഇവിടെ നോക്കുക, നീഡ് എന്ന് പറയുന്നത് എന്താ? നീഡ് എന്ന് പറയുന്നത് ഒരു ജോലിയാണ്. ഫോർ എക്സാമ്പിൾ LPSC ആണ് അല്ലെങ്കിൽ UPSC ആണെന്ന് ഞാൻ എഴുതുന്നു, രണ്ടുപേർക്കും പ്രശ്നമില്ലല്ലോ. മോട്ടിവേഷൻ സർക്കിളാണ് പറയുന്നത്. ഈ നീഡ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഡ്രൈവ്, പ്രേരകം. അതായത് എനിക്കൊരു ആവശ്യമുണ്ട്, ആ ആവശ്യത്തിലേക്ക് എത്താൻ എൻ്റെ ഉള്ളിലൊരു പ്രേരക ശക്തി, ആ നീഡ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ? എനിക്കൊരു ജോലി വേണം, അതിന് ചുമ്മാ കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചാലോ അല്ലെങ്കിൽ കണ്ണ് തുറന്നിരുന്ന് പ്രാർത്ഥിച്ചാലോ വല്ല ലക്ഷ്യമുണ്ടോ? ഇല്ല, അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം അല്ലേ? സോ അത് ഒരു പ്രേരക ശക്തിയായിട്ട് വർത്തിക്കുന്നു. ഓക്കെ, ഈ ഡ്രൈവ് ക്രിയേറ്റ് ടെൻഷൻ, ജനറേറ്റ് ടെൻഷൻ. നോക്കിയേ, പഠിക്കുന്നവർക്കേ ടെൻഷനുള്ളൂ. ജോലിക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുകയാണ് അല്ലേ? പഠിക്കുന്നവർക്കേ ടെൻഷനുള്ളൂ. അപ്പോൾ ടെൻഷൻ വരുന്നത് നല്ലതാണെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. ടെൻഷൻ വരുന്നത് നല്ലതാണ്, പഠിക്കുന്നതുകൊണ്ടാണ് ടെൻഷൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രൈവ് ജനറേറ്റ് ടെൻഷൻ, അതായത് നീഡ് ക്രിയേറ്റ് ഡ്രൈവ് ജനറേറ്റ് ടെൻഷൻ. നീഡ്, ആവശ്യം എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഒരു പ്രേരണ ക്രിയേറ്റ് ചെയ്യുന്നു. ആ പ്രേരണം എന്ത് ജനറേറ്റ് ചെയ്യുന്നു? ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ട് ആ ഒരു ടെൻഷൻ ലീഡ്സ് ടു ആക്ഷൻ ഓർ ബിഹേവിയർ. ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ നിങ്ങളെ പ്രവർത്തിക്കാൻ നിങ്ങളെ സജ്ജരാക്കുന്നു. നിങ്ങൾ നന്നായിട്ട് കോച്ചിങ്ങിന് പോകുന്നു, നിങ്ങൾ എൻട്രി ആപ്പ് എടുക്കുന്നു, നന്നായിട്ട് പഠിക്കുന്നു, എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കൃത്യമായി കാണുന്നു, OMR എഴുതുന്നു, നിങ്ങൾ ഡെയിലി എക്സാമിനേഷൻസ് എഴുതുന്നു, നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് കാണുന്നു, ലൈവ് കാണുന്നു, എല്ലാം കാണുന്നു, നിങ്ങൾ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. സോ അറ്റൈനിങ് ഗോൾ, നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു.
മനസ്സിലായല്ലോ? ഈ ലക്ഷ്യത്തിലേക്ക് എത്തിയതിനു ശേഷം അടുത്ത നീഡാണ് നമുക്ക് വരുന്നത്. വീണ്ടും അടുത്ത നീഡ് നമ്മൾ വരും. കാരണം നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്നാണ്. സോ നീഡ് ക്രിയേറ്റ് ഡ്രൈവ്, ഡ്രൈവ് ജനറേറ്റ് ടെൻഷൻ, ടെൻഷൻ ലീഡ്സ് ടു ആക്ഷൻ ഓർ ബിഹേവിയർ, ദ ആക്ഷൻ അറ്റൈനിങ് ഗോൾ. ഓക്കെ, സോ ദിസ് ഈസ് മോട്ടിവേഷൻ തിയറി. ദിസ് ഈസ് മോട്ടിവേഷൻ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.